ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കൃഷ്ണായനം കഴിഞ്ഞ ദിവസം സ്യമന്തകം എന്ന ഭാഗമാണ് വായിച്ചു നിർത്തിയിരുന്നത്. അത് മുഴുവനായിരുന്നില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. ഇന്നത്തെ ഭാഗത്തിലേക്ക് അതിനു മുൻപായി കൃഷ്ണായനത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണായനം സ്യമന്തകം തുടർച്ച. കുടുംബസമേതം പർവ്വതത്തിലെ ഒരു ഗുഹയിൽ വസിക്കുകയായിരുന്നു. സിംഹത്തിൻ്റെ ഗർജനവും അലർച്ചയും ബഹളവും ജാമ്പവാൻ കേട്ടു. ഏതോ ക്രൂരജന്തുക്കൾ കടിപിടി കൂടുന്നതാണെന്നാണ് ആദ്യം കരുതിയത്. ഗന്ധർവ നാരി പിരിഞ്ഞു പോയതിനാൽ ഗുഹയിൽ ജാമ്പവാൻ സർവ്വസമയവും മക്കളുടെ സമീപം തന്നെ വർത്തിക്കുകയാണ് പതിവ്. ബഹളം എന്താണെന്നറിയാമെന്ന് കരുതി ജാമ്പവാൻ ഗുഹയ്ക്ക് വെളിയിൽ വന്നു. വനത്തിൽ വിശേഷവിധിയായി ഒന്നും ജാമ്പവാൻ കണ്ടില്ല. പക്ഷേ വനത്തിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു പ്രകാശം ഉയർന്നു നിൽക്കുന്നതായി വാനരപ്രമുഖൻ്റെ കാഴ്ചയിൽപ്പെട്ടു. മാത്രമല്ല, ആ പ്രകാശം ചലിക്കുന്നതായും ജാമ്പവാൻ മനസ്സിലാക്കി. നീലയിൽ കുളിച്ച വനത്തിലൂടെ മാരിവില്ലുണർത്തി ചലിക്കുന്ന ജ്യോതിസ് എന്താണെന്നറിയുവാൻ വാനരൻ ആഗ്രഹിച്ചു. ജാമ്പവാൻ ആ ദിക്കിലേക്ക് വേഗത്തിൽ നടന്നു. വേഗത്തിൽ തെന്നിമാറുന്ന പ്രകാശ കേന്ദ്രത്തിൽ ജാമ്പവാൻ എത്തി. ആ രംഗം കണ്ട് വാനരൻ അതിശയിച്ചു. അതുല്യമായ പ്രകാശം പൊഴിക്കുന്ന ഒരു രത്നവും കടിച്ചു പിടിച്ചുകൊണ്ട് ക്രൂരനായ ഒരു സിംഹം നടന്നു പോകുന്ന കാഴ്ചയാണ് ജാമ്പവാൻ ദർശിച്ചത്. വാനരൻ വൃദ്ധനെങ്കിലും പഴയ സ്ഥൈര്യം കളഞ്ഞിരുന്നില്ല. നിമിഷത്തിനുള്ളിൽ ചാടിക്കുതിച്ച് കേസരി വീരൻ്റെ അരികിലെത്തി. ഒറ്റ പ്രഹരത്തിന് മസ്തകം പിളർന്നു. പിടഞ്ഞു പിടഞ്ഞ സിംഹം പതിച്ചു. സിംഹത്തിൻ്റെ ദംഷ്ട്രയിൽ കൊരുത്തു കിടക്കുന്ന മണിയെടുത്ത് ജാമ്പവാൻ തിരിച്ചും മറിച്ചും നോക്കി. പ്രത്യേകിച്ച് ഒന്നും വാനരശ്രേഷ്ഠന് തോന്നിയില്ല. ഈ രത്നകഷ്ണത്തിന് വേണ്ടി ഒരു മൃഗത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്തപ്പോൾ ജാമ്പവാന് സ്വയം പുച്ഛം തോന്നി. ഗുഹയിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് കളിക്കുവാൻ കൊടുക്കാം എന്ന് കരുതി ജാമ്പവാൻ രത്നവുമായി മടങ്ങി. ഏറെ നേരമായി പ്രസേനജിത്തിനെ കാണാതായപ്പോൾ സുഹൃത്തുക്കൾ നായാട്ട് നിർത്തി ഒത്തുകൂടി. പ്രസേനജിത്ത് എവിടെ? ആരും പ്രസേനനെ കണ്ടില്ല. എല്ലാവരും ചേർന്ന് യാദവനെ അന്വേഷിച്ചു. ഒരു രാവും പകലും അവർ അന്വേഷണം തുടർന്നു. വനത്തിലെങ്ങും അവർ യാദവനെ കണ്ടില്ല. നിരാശയോടെ സുഹൃത്തുക്കൾ സത്രാജിത്തിൻ്റെ സമീപത്തേക്ക് തിരിച്ചു. വിവരമറിഞ്ഞപ്പോൾ സത്രാജിത്ത് ഞെട്ടിപ്പിടഞ്ഞു. ഏറെ നിമിഷങ്ങൾ യാദവൻ അനങ്ങാതിരുന്നു. എന്തൊരു ക്രൂരതയാണ് സംഭവിച്ചിരിക്കുന്നത്! തൻ്റെ പ്രിയപ്പെട്ട അനുജൻ മരിച്ചു. ദൈവം വരമായി നൽകിയ സ്യമന്തകവും നഷ്ടപ്പെട്ടു. അനുജനും ഐശ്വര്യവും ഒന്നിച്ച് പടിയിറങ്ങി. അപ്പോൾ തന്നെ സത്രാജിത്ത് സുഹൃത്തുക്കളുമായി വനത്തിലെത്തി. കൊടുങ്കാട്ടിൽ അവർ തെരച്ചിൽ നടത്തി. ഭീകരമായ വനത്തിൽ ഇനി എവിടെ അന്വേഷിക്കുവാനാണ്? നിരാശരായി അവർ മടങ്ങി. ജനപദത്തിലെത്തിയപ്പോൾ സത്രാജിത്ത് പ്രസേനജിത്തിനോടൊത്തുപോയവരോട് ചോദിച്ചു, നിങ്ങൾ വനത്തിലേക്ക് പോയപ്പോൾ ആരെങ്കിലും പിന്തുടർന്നായിരുന്നോ? ആലോചിച്ചു നോക്കുവിൻ. ഒരാൾ പറഞ്ഞു, ഞങ്ങൾ വനത്തിലേക്ക് പോയപ്പോൾ കേശവൻ്റെ ഭടന്മാരെ കണ്ടു. അവർ ഒന്നും ചോദിച്ചില്ല, ഞങ്ങൾ ഒന്നും പറഞ്ഞതുമില്ല. പെട്ടെന്ന് സത്രാജിത്ത് പറഞ്ഞു, എൻ്റെ സംശയം ശരിയായി. നാളുകൾക്ക് മുമ്പ് കൃഷ്ണൻ സ്യമന്തകത്തിൽ കണ്ണുവെച്ച് എന്നോട് ചോദിച്ചതാണ്. ഞാൻ കൊടുത്തില്ല. ഇന്ന് പ്രസേനജിത്തിനെ നശിപ്പിച്ച് അവൻ തന്നെയാണ് രത്നം കൊണ്ടുപോയത്. മഹാസൂത്രശാലിയാണ് കൃഷ്ണൻ. അമ്പാടിയിലും വൃന്ദാവനത്തിലും ചെറിയ നാളിൽ ശീലിച്ച മോഷണം വലുതായിട്ടും മറന്നിട്ടില്ല. പക്ഷേ ഇത് ക്രൂരമായ മോഷണമാണ്.
സത്രാജിത്തിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും അതിശയിച്ചു. അവർ പരസ്പരം ഒന്നും പറഞ്ഞില്ല. എങ്കിലും ഭവനങ്ങളിൽ ഭാര്യമാരോടും ബന്ധുക്കളോടും ഈ സംശയം പറഞ്ഞു. ഗൃഹങ്ങളുടെ അകത്തളങ്ങളിൽ ഗൃഹിണിമാർ വാർത്തയ്ക്ക് ചിറകുകൾ നൽകി. പുതിയ ഭാവവും രൂപവും വന്നു. കാറ്റിൻ്റെ വേഗതയിൽ വാർത്ത പരന്നു. ദ്വാരകയുടെ അന്തരീക്ഷത്തിൽ അപവാദം കനത്തു. സത്രാജിത്ത് ഭവനത്തിലെത്തി. എല്ലാവരും യാദവനെ കാത്തിരിക്കുകയായിരുന്നു. പ്രസേനനെ കാണാതെ വന്നപ്പോൾ ഭവനത്തിൽ കണ്ണുനീർ തളം കെട്ടി എല്ലാവരും മൂകരായി. സത്രാജിത്ത് കൃഷ്ണനെക്കുറിച്ചുള്ള അപവാദം ഭാര്യയോട് പറഞ്ഞു. സത്യഭാമയും അത് കേട്ടുനിന്നു. സത്യഭാമ പെട്ടെന്ന് പിതാവിനെ തടഞ്ഞു. അച്ഛാ, കണ്ണുകൊണ്ട് കാണാത്ത കാര്യം ഇങ്ങനെ പറയരുത്. കൃഷ്ണൻ മണി ചോദിച്ചുവെന്നത് ശരിയാണ്. അതുകൊണ്ട് ചിറ്റപ്പനെ അദ്ദേഹം വധിച്ചെന്ന് പറയാനാവുമോ? അപവാദം അന്തസ്സ് നശിപ്പിക്കുന്ന കർമ്മമാണ്. അന്വേഷിച്ച് സത്യമറിയുന്നതിനു പകരം അച്ഛൻ വൈരാഗ്യം വളർത്തുകയാണ്. പക്ഷെ സത്യഭാമയുടെ വാക്കുകൾക്ക് ഒരു പ്രസക്തിയുമുണ്ടായില്ല. അപവാദം കൊടുങ്കാറ്റാണ്. കൃഷ്ണൻ പ്രസേനനെ വധിച്ചു, രത്നം മോഷ്ടിച്ചു. ഓരോ ചുണ്ടിലും വാർത്ത തത്തി നിന്നു. പരസ്പരം കണ്ടവർ ഇതുതന്നെ പറഞ്ഞു. കേശവൻ മോഷ്ടാവാണ്, രത്നം മോഷ്ടിച്ചവനാണ്. വാർത്ത ചാരന്മാർ ബലരാമൻ്റെ ചെവിയിലെത്തിച്ചു. ഒറ്റയടിക്ക് സത്രാജിത്തിനെ വധിക്കുവാൻ തക്ക ദേഷ്യം ബലരാമനുണ്ടായി. അപ്പോൾ തന്നെ സീരി കൃഷ്ണനെ കണ്ടു. അപവാദ കഥ കേശവനെ ധരിപ്പിച്ചു. അവസാനം ക്രൗര്യത്തോടെ പറഞ്ഞു, സത്രാജിത്തിനെ വധിക്കണം. മധുരയിൽ വെച്ച് അവനെ നശിപ്പിക്കണമായിരുന്നു. ഇനിയും അമാന്തിച്ചാൽ ദ്വാരകയ്ക്കും യാദവർക്കും അവൻ അപമാനമാകും. ശാന്തനായ കേശവൻ പറഞ്ഞു. ചാരന്മാർ കഥ എൻ്റെ കർണത്തിലും എത്തിച്ചു. സത്രാജിത്തിനെ വധിക്കുകയല്ല അഭികാമ്യം. അപവാദത്തിൻ്റെ കാരണമായ സംഭവത്തെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ വീണ ദുശങ്ക മാറ്റേണ്ടതുണ്ട്. സത്രാജിത്തിനെ കൊന്നാൽ സംശയം വർദ്ധിക്കുകയേ ഉള്ളൂ. നിരപരാധിത്വം തെളിയിക്കണം. വിധിയുടെ ചലനത്തിൽ മാനുഷഭാവത്തിന് വരുന്ന ചില മാറ്റുരയ്ക്കൽ സന്ദർഭങ്ങളാണിത്. സ്ഥൈര്യം, ധൈര്യം, ധൃതി, ക്ഷമ, ആസ്തേയം തുടങ്ങിയ ഗുണങ്ങൾ ഉൾക്കൊണ്ട് വിധിക്ക് കുറുകെ കടക്കുന്നവൻ വിജയിക്കും. ഞാൻ ഇന്നു തന്നെ വനത്തിൽ പോയി അന്വേഷണം നടത്തുന്നതാണ്. ജ്യേഷ്ഠൻ ദ്വാരക നോക്കിക്കൊള്ളുക. ഇങ്ങനെ അരുളി മാധവൻ അന്തഃപുരത്തിലേക്ക് നടന്നു. അന്നു തന്നെ കേശവനും കുറച്ച് യാദവ പ്രമുഖരും വനത്തിലെത്തി. പ്രസേനജിത്തിൻ്റെ അശ്വപദച്ഛായ നോക്കി അവർ മഹാവനത്തിൽ കടന്നു. ഭീഷണമായ വനത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. എങ്കിലും ഒരുതരം വാശിയോടെ അവർ നടന്നു. യാദവർ പെട്ടെന്നാണ് ക്രൂരമായ ആ കാഴ്ച കണ്ടത്. പ്രസേനജിത്തും കുതിരയും മരിച്ചു കിടക്കുന്നു. മാറിടം പിളർന്ന് ഹൃദയം തകർന്നു. കണ്ണുകൾ തുറന്ന് വാ പിളർന്ന് കാലുകൾ ഒടിഞ്ഞ് ചുളുങ്ങി കരങ്ങൾ മണ്ണിൽ ആണ്ട് കിടന്ന പ്രസേനൻ്റെ രൂപം അവർ നോക്കി നിന്നു. സിംഹത്തിൻ്റെ പദപ്പാടുകൾ കണ്ട് അവർ ഒരു കാര്യം ധരിച്ചു. സിംഹവുമായുള്ള ഏറ്റുമുട്ടലിലാണ് പ്രസേനൻ മരിച്ചത്. വനത്തിൽ തുടരുന്ന സിംഹത്തിൻ്റെ കാലടിപ്പാടുകൾ നോക്കി സംഘം നടന്നു. അധികം നടക്കേണ്ടി വന്നില്ല സിംഹത്തിൻ്റെ ദേഹം കാണുവാൻ. മസ്തകം ചിതറി സടയിൽ രക്തം കുമിഞ്ഞ് കിടക്കുന്ന സിംഹം. യാദവർ പരസ്പരം നോക്കി നിന്നു. അവിടെ ചിതറിക്കിടക്കുന്നത് ഒരു വാനരൻ്റെ കാൽപ്പാടുകളായിരിക്കുമെന്ന് യാദവർ ഊഹിച്ചു. കേശവനും കൂട്ടരും ആ പാതവടു നോക്കി നടന്നു. അടുത്തുള്ള ഒരു ഗുഹയിൽ ആ കാൽപ്പാടുകൾ അവസാനിച്ചു. കേശവൻ പറഞ്ഞു, യാദവരെ, ഭീകരനായ ഏതോ ഒരു കവിപ്രവരൻ്റെ പാദഛായകൾ നോക്കിയാണ് നാം വന്നത്. അവൻ വസിക്കുന്നത് ഒരു പക്ഷേ ഈ ഗുഹയിലാവാം. എന്തായാലും ഞാൻ അകത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ഇവിടെ വിശ്രമിക്കുവിൻ. യാദവർ തടഞ്ഞെങ്കിലും കേശവൻ്റെ ദൃഢനിശ്ചയത്തിൽ അവർ പിന്മാറി. മാധവൻ അകത്തേക്ക് കടന്നു. വിശാലമായ ഗുഹ. അതിൻ്റെ ഒരു ഭാഗത്ത് സുന്ദരനായ ഒരു ബാലൻ സ്യമന്തകം മണി തട്ടിയുരുട്ടി കളിച്ച് രസിക്കുന്നു. ഒരു കറുത്ത മനുഷ്യൻ അടുത്തു വരുന്നത് കണ്ട് ബാലൻ പേടിച്ച് വിറച്ച് ഉറക്കെ നിലവിളിച്ചു.
വൃദ്ധനായ ജാമ്പവാൻ അടുത്തു തന്നെ കണ്ണുകളടച്ച് ഇരിപ്പുണ്ടായിരുന്നു. പ്രായാധിക്യം കൊണ്ട് കണ്ണുകളുടെ കാഴ്ച തീരെ കുറവായിരുന്നു. മകൻ്റെ നിലവിളി കേട്ടുണർന്ന വൃദ്ധ കപീന്ദ്രൻ ചാടി എഴുന്നേറ്റു. രോദനം കേട്ട ഭാഗത്ത് ഓടി വന്നു. ഒരു നിഴൽ പോലെ നിന്ന ഭഗവാന്റെ ഗാത്രത്തിൽ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു. മലയും പൊടിയുന്ന പ്രഹരം കേശവൻ തടുത്തു. വൃദ്ധകവിയുടെ കളയബരത്തിൽ മുഷ്ടി കൊണ്ട് കേശവൻ ഒന്ന് പ്രഹരിച്ചു. ശരീരത്തിൽ വീണ ഇടിയുടെ ആഘാതം വാനരന് താങ്ങുവാനായില്ല. ജാമ്പവാൻ പുറകോട്ടിരുന്നു. മഹേന്ദ്രപർവ്വതം മാറിടത്തിൽ വീണാലും കുലുങ്ങാത്ത ദേഹമാണ് തൻ്റേത്. ഇപ്പോൾ ഒരു പ്രഹരം തന്നെ അതികഠിനം. ആരാണിത് എന്നിങ്ങനെ ഓർത്തുകൊണ്ട് ജാമ്പവാൻ വീണ്ടും കേശവനെ പ്രഹരിച്ചു. മാധവൻ മുഷ്ടി കൊണ്ടത് തടുത്തു. പഴയതുപോലെ ഒരു പ്രഹരം നെഞ്ചിൽ താങ്ങിക്കൊടുത്തു. മാറസ്ഥി തകർന്ന് വാരിയെല്ലുകൾ പൊട്ടിയോ എന്ന് കപീന്ദ്രൻ സംശയിച്ചു. ആരാണിത്? ഒരു മർത്യൻ തന്നെ ജയിക്കുകയോ? ലങ്കയിലെത്തുവാൻ ഭീകരമായി അലറുന്ന പരവയെ കീഴ്പ്പെടുത്തിയ ജാമ്പവാനെ ഒരു മർത്യന് ജയിക്കുവാൻ കഴിയുമോ? ഞാനല്ലാതെ നിന്നെ വെല്ലുവാൻ 14 ലോകത്തിലും ആരും അവശേഷിക്കുകയില്ലെന്ന് പറഞ്ഞ രഘുകുലപതിയുടെ വചനങ്ങൾ വ്യർത്ഥമാവുകയോ? ഇങ്ങനെ ചിന്തിച്ച ജാമ്പവാൻ ധൈര്യം സംഭരിച്ച് കേശവനുമായി മുഷ്ടിപ്രഹരത്തിൽ മുഴുകി. ആഴ്ചകൾ കഴിഞ്ഞു. 28 ദിവസം ആ പോര് നീണ്ടുനിന്നു. 28-ാം ദിവസം കേശവന്റെ ഉഗ്രമായ പ്രഹരമേറ്റ് ജാമ്പവാൻ തളർന്നു വീണു. മോഹപരവശനായി പതിച്ച ജാമ്പവാൻ ഏറെ നേരം അങ്ങനെ കിടന്നു. തളർച്ച മാറിയപ്പോൾ ജാമ്പവാൻ ഇങ്ങനെ ചിന്തിച്ചു. ലോകൈകനാഥനായ ഗോകുലേശനല്ലാതെ മറ്റാരും നിന്നെ പരാജയപ്പെടുത്തുകയില്ല. പിതാവായ ബ്രഹ്മദേവന്റെ വാക്യം ചിന്തയിൽ വിരിഞ്ഞു വന്നു. സാവധാനം എഴുന്നേറ്റ ജാമ്പവാൻ കൺപീലികൾ ചിമ്മിത്തുറന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളിനെ ശ്രദ്ധിച്ചു. സീതാപതിയായ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷനായി നിൽക്കുന്നതുപോലെ ജാമ്പവാന് തോന്നി. ജാമ്പവാൻ കൺപോളകൾ വലിച്ചു തുറന്ന് ശ്രദ്ധിച്ചു. സന്തോഷം കൊണ്ട് വൃദ്ധവാനരൻ്റെ ഹൃദയം കുളിർത്തു. രാമചന്ദ്ര, സീതാനാഥ, അങ്ങയുടെ തിരുമുഖം കാണുവാൻ ഈ ഉള്ളവൻ എത്ര നാൾ കൊണ്ട് കൊതിക്കുന്നു. അടിയൻ്റെ മനോരഥം സാധിച്ചു തന്ന രാവണാരേ, ഇതാ ജാമ്പവാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജാമ്പവാൻ കേശവന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. മാധവൻ ഭക്തിയുടെ നിറദീപമായ വൃദ്ധവാനരനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തെ തഴുകിക്കൊണ്ട് പറഞ്ഞു, ഭക്തോത്തമ, അങ്ങയുടെ രാമചന്ദ്രൻ തന്നെയാണ് ഈ നിൽക്കുന്നത്. ത്രേതായുഗത്തിലെ രാമചന്ദ്രനും ദ്വാപരയുഗത്തിലെ കൃഷ്ണനും ഒരാൾ തന്നെയാണ്. പട്ടാഭിഷേക സമയത്ത് ഞാൻ ദ്വാപരയുഗത്തിൽ അവതരിക്കുന്നതാണെന്ന് പറഞ്ഞത് അങ്ങ് ഓർക്കുന്നില്ലേ? ഭഗവാനെ, കാരുണ്യസിന്ധോ, അറിയാതെ ഞാൻ എന്തെല്ലാം അങ്ങയിൽ പ്രവർത്തിച്ചു. എന്നോട് ക്ഷമിക്കുകയില്ലേ? കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കപിവര, അങ്ങ് എന്നിൽ ചാർത്തിയ പൂമാല്യങ്ങളാണ് ആ ഹേമങ്ങൾ. അവ ഹേമങ്ങളല്ല, ഹേമപുഷ്പങ്ങളാണ്. അതുമൂലം എനിക്ക് വേദനയില്ല, ആനന്ദപുളകമാണ്. ദേവ, അടിയന് ദർശനം തരുവാനാണ് അങ്ങ് എഴുന്നള്ളിയതെന്ന് ഞാൻ ഊഹിക്കുന്നു. ശരി തന്നെയാണ്, അങ്ങയ്ക്ക് ദർശനം തരുവാനാണ് ഞാൻ എത്തിയത്. അതിന് സ്യമന്തകമണി കാരണമായി എന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സ്യമന്തകം രത്നത്തിൻ്റെ കഥ കേശവൻ വിശദീകരിച്ചു. ജാമ്പവാൻ സ്യമന്തകം ലഭിച്ചതെങ്ങനെയെന്ന് വ്യക്തമാക്കി. എന്നിട്ട് ആ വൃദ്ധ കവിവരൻ അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് കവിശ്രേഷ്ഠൻ ഒരു കരത്തിൽ സ്യമന്തകവും മറുകരത്തിൽ സുന്ദരിയായ ഒരു കന്യകയുടെ കരവുമേന്തി കേശവന്റെ മുമ്പിലെത്തി. നദാംഗിയായി നിന്ന കന്യകയെ ഭഗവാൻ വീക്ഷിച്ചു. ജാമ്പവാൻ പറഞ്ഞു, ഭഗവാനെ, കേശവ, മുരളീധര, എൻ്റെ മകളാണ് ഇവൾ, ജാമ്പവതി എന്ന നാമം. വൃദ്ധനായ ഞാൻ മർത്യവേഷധാരിയായ ഇവൾക്ക് ഒരു വരനെ തേടി കണ്ടുപിടിക്കുക എന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് എൻ്റെ മകളെ അങ്ങ് പ്രിയസഖിയായി സ്വീകരിക്കണം. കേശവന് ജാമ്പവാന്റെ വാക്ക് തള്ളിക്കളയുവാൻ കഴിഞ്ഞില്ല.
വൃദ്ധവാനരൻ നിർമ്മമനായി നിന്ന ഗോപാലൻ്റെ കരത്തിൽ ജാമ്പവതിയുടെ കരം അർപ്പിച്ചു. ദേവകൾ ദേവദാരുപ്പൂക്കൾ തൂകി ആ മംഗല്യം മനോഹരമാക്കി. ജാമ്പവാനെ കേശവൻ അനുഗ്രഹിച്ചു. മാധവൻ പറഞ്ഞു, താങ്കൾ പൂർണ്ണമർത്യനാണ്. എൻ്റെ മത്സ്യാവതാരം മുതൽ മന്നിടത്തിൽ കഴിയുന്നവൻ. എല്ലാ ജന്മങ്ങളും അങ്ങ് കണ്ടു, എല്ലാ രൂപങ്ങളും അങ്ങ് ദർശിച്ചു. മർത്യൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അവൻ കൊഴിച്ചു കളഞ്ഞ എല്ലാ ശൽക്കങ്ങളും അങ്ങയുടെ ദൃഷ്ടിപഥത്തിലൂടെയാണ് കടന്നുപോയത്. അങ്ങ് അരൂപനാണ്. അങ്ങയോളം ലോകം കണ്ടവരാരുണ്ട് മഞ്ഞിൽ? ജാമ്പവശ്രേഷ്ഠ, എൻ്റെ അടുത്ത ജന്മവും കണ്ടു കഴിഞ്ഞതിന് ശേഷമേ അങ്ങയുടെ ജന്മം അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ അങ്ങ് ദേവഭാവത്തിലും ഉയരെയാണ്. അവർക്കും നാശമുണ്ട്, അങ്ങയ്ക്ക് അതില്ല. പൂർണ്ണ സായുജ്യമാണ് താങ്കൾക്ക് ലഭിക്കുന്നത്. പൂർണ്ണനാവാൻ മർത്യന് കഴിയുമെന്നതിൻ്റെ സൂചകമായി അങ്ങയുടെ കഥ മന്നിടത്തിൽ ശിലാലേഖമായി കിടക്കും. ആഹ്ലാദത്തിൻ്റെ കണ്ണുനീർ ജാമ്പവാന്റെ കവിൾത്തടത്തിൽ ചാലിട്ടപ്പോൾ കേശവനും ജാമ്പവതിയും പുറത്തേക്ക് നടന്നു. മാധവൻ ഗുഹാമുഖത്തെത്തി. തൻ്റെ കൂടെ വന്ന യാദവർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. എത്ര നാളെന്ന് വെച്ചാണ് അവർ കാത്തിരിക്കുക? 12 ദിവസം അവർ ക്ഷമിച്ചിരുന്നു. ആഹാരം തീർന്നു. പലരും കഠിന വ്യഥയിലായി. അവസാനം കേശവൻ എത്തിക്കൊള്ളും എന്ന ധാരണയിൽ അവർ ദ്വാരകയിലേക്ക് മടങ്ങി. കൃഷ്ണൻ ജാമ്പവതിയുമൊത്ത് ദ്വാരകയിലെത്തി. പൗരസഭ വിളിച്ചുകൂട്ടി. സഭയിൽ വെച്ച് നടന്ന കഥകൾ പറഞ്ഞു. സ്യമന്തകം സത്രാജിത്തിന് തിരിച്ചു നൽകി. അപവാദം പറഞ്ഞ് പരത്തിയതിൽ ദുഃഖിതനായ സത്രാജിത്ത് സ്യമന്തകവുമായി മടങ്ങി. ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.